शांति शांति अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ओम शांति। ഇന്ന് 26/5/2025 പ്രഭാതമുരളി. बाबा कहते हैं, मीठे बच्चे, तुम्हें संग बहुत अच्छा करना है। बुरे संग का रंग लगा तो गिर पड़ेंगे। कुसंग बुद्धि को तुच्छ बना देता है. അപ്പോൾ ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ സംഘം വളരെ നല്ലതായിരിക്കേണ്ടതുണ്ടെന്ന് പറയാം ബാബ. മോശമായ സംഘത്തിൻ്റെ നിറം പറ്റുമ്പോൾ താഴെ വീണു പോകും. കുസംഗം എന്താണ്? ബുദ്ധിയെ വളരെ തുച്ഛമാക്കി മാറ്റുമെന്ന് ബാബ പറയാം. അപ്പോൾ നമ്മുടെ സംഘത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നല്ല സംഘമായിരിക്കണം അല്ലേ. ബാബയിൽ നിന്നും നമ്മളെ അകറ്റുന്ന സംഘം അതൊന്നും പാടില്ല. കുസംഗം എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്, അത് ബാബ പറയുന്നുണ്ട്. അപ്പോൾ ബാബ ബുദ്ധി തുച്ഛമാക്കി മാറ്റും കുസംഗത്തിൽ പെട്ട് കഴിഞ്ഞാൽ. അതാ പറയുന്നത് ബാബ, സംഘം നല്ലതായിരിക്കണം. ഇനി ബാബ ചോദ്യം ചോദിക്കുകയാണ്, അബി തും ബച്ചോം കോ കോൺസി ഉച്ചൽ ആനി ചാഹിയേ. ബാബ ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക്
ഏതൊരു ലഹരി അല്ലെങ്കിൽ ഏതൊരു താല്പര്യം, ഏതൊരു ഉത്സാഹമാണ് ഇപ്പോൾ വേണ്ടത് എന്ന് ബാബ ചോദിക്കാം. ഉത്തരം ബാബ പറയുന്നത്, തുമേം ഉച്ചൽ ആനി ചാഹിയേ കി ഗാവ് ഗാവ് മേം ജാക്കർ സർവീസ് കരേ. തുമാരെ പാസ് ജോ കുച്ച് ഹേ വഹ് സേവ അർത്ഥ് ഹേ. അപ്പം ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം, അതായത് ഗ്രാമങ്ങളിൽ പോയി സേവനം ചെയ്യുന്നതിൻ്റെ. അതുപോലെ ബാബ പറയാണ്, നിങ്ങളുടെ കൈവശം എന്തൊക്കെയുണ്ടോ അതെല്ലാം സേവാർത്ഥമാണ്, അല്ലേ, സേവാർത്ഥം ലഭിച്ചിട്ടുള്ളതാണെന്ന് പറയാം ബാബ. ബാപ്പ് ബച്ചോം കോ റായ് ദേത്തെ ഹേ, ബച്ചേ ഇസ് പുരാനി ദുനിയാ സേ അപ്ന പല്ലവ് ആസാദ് കരോ. അപ്പം ബാബ കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അതായത് ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങൾ ഈ പഴയ ലോകത്തിൽ നിന്നും നിങ്ങളുടെ ആ ഒരു ബന്ധമുണ്ടല്ലോ അതിനെ വിടുവിക്കാൻ പറയാണ് ബാബ. കോയി ചീസ് മേം മമത്വ നെഹി രഖോ, ഇൻസെ ദിൽ നെഹി ലഗാവോ. അപ്പോൾ ബാബ പറയുന്നത്, ഈ പഴയ ലോകത്തിൽ നിന്നുള്ള നിങ്ങളുടെ ബന്ധത്തെ ഉപേക്ഷിക്കൂ. അതുപോലെ ബാബ പറയുന്നത്, ഇവിടെയുള്ള ഒരു വസ്തുവിന്മേലും നിങ്ങൾക്ക് മമത്വം ഉണ്ടായിരിക്കരുത്, ഇതിൽ ഒരിക്കലും നിങ്ങൾ മനസ്സ് വയ്ക്കരുതെന്ന് പറയാം. കാരണം പഴയ ലോകം അവസാനിക്കാനുള്ളതാണ്, അല്ലേ, അതാണ് ബാബ പറയുന്നത്. ഈ ബാബ ഗീതം പറയാണ്, ഇസ് പാപ് കി ദുനിയാസേ, അതായത് ബാബ പറയാ, ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും ഞങ്ങളെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ വിളിക്കുന്നത്. ആ ഒരു ഗീതം ബാബ നമ്മളോട് പറയാം. ഓം ശാന്തി. ഓം ശാന്തി. पाप आत्माओं की दुनिया और पुण्य आत्माओं की दुनिया नाम ആത്മാവോം കാഹി രഖാ ജാതാ ഹെ. അപ്പം ബാബ പറയാണ്, പാപ ആത്മാക്കളുടെ ലോകം അതുപോലെ പുണ്യ ആത്മാക്കളുടെ ലോകം അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം പേരെങ്ങനെയാണ് വെച്ചിട്ടുള്ളത്? ആത്മാക്കളുടെ പേര് തന്നെയാണ് വെച്ചിട്ടുള്ളതെന്ന് പറയാ ബാബ. അബി യഹാം ദുഃഖ് ഹേ തബ് പുകാർത്തേ ഹേ. ബാബ പറയാണ്, ഇപ്പം ഇവിടെ ദുഃഖം തന്നെയാണല്ലോ, അതുകൊണ്ടാണ് ബാബയെ വിളിക്കുന്നത്. പുണ്യ ആത്മാവോം കി ദുനിയാമേം പുക്കാർത്തെ നെഹി കി കഹാം ലേ ചലോ. ബാബ പറയാണ്, പുണ്യ ആത്മാക്കളുടെ ലോകത്ത് ഒരിക്കലും ഇങ്ങനെ വിളിക്കില്ല, ഞങ്ങളെ കൊണ്ടുപോകൂ, കൂടെ കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കില്ല എന്ന് ബാബ പറയാം. തും ബച്ചേ സമജ്തേ ഹോ യഹ് കോയി പണ്ഡിത് വ സന്യാസി ശാസ്ത്രവാദി ആദി നെഹി സുനാത്തേ ഹേ. ബാബ പറയാണ്, ഇപ്പം നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇത് ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു സന്യാസിയോ ശാസ്ത്രവാദിയോ ഒന്നുമല്ല ഇത് കേൾപ്പിക്കുന്നത്, അല്ലേ, ഈ ജ്ഞാനം കേൾപ്പിക്കുന്നത് സ്വയം ഭഗവാനാണല്ലോ. അപ്പം കുട്ടികൾക്ക് മനസ്സിലായി ഇതൊരു പണ്ഡിതനോ സന്യാസിയോ ശാസ്ത്രവാദിയോ ഒന്നുമല്ല കേൾപ്പിക്കുന്നത് എന്ന കാര്യം. യഹ് ഖുദ് ഭി കഹത്തെ ഹേ മേ യഹ് ജ്ഞാൻ നെഹി ജാൻതാ താ, രാമായൺ ആദി ശാസ്ത്രത്തോ ഡേർ പഠിത്തേതേ. അപ്പം ബാബ പറയാണ്, ഈ ബ്രഹ്മബാബയും സ്വയം പറയാണ്, അതായത് എനിക്കും ഈ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. രാമായണം പോലുള്ള ശാസ്ത്രങ്ങളൊക്കെ ഞാൻ വളരെയധികം പഠിച്ചിട്ടുണ്ട്. അതായത് ബ്രഹ്മബാബ സ്വയം പറയാണ്. ബാക്കി യഹ് ജ്ഞാൻ ഹം തുംകോ സുനാത്തേ ഹേ. ഇപ്പോൾ ഈ ജ്ഞാനം ഞങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. യഹ് ബി സുൻതേ ഹേ, അതായത് ഈ ബ്രഹ്മാവും കേൾക്കുന്നുണ്ട്. അബി യഹ് ഹേ പാപ ആത്മാവോം കി ദുനിയ. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? പാപാത്മാക്കളുടെ ലോകമാണ് എന്ന് ബാബ പറയാം. പുണ്യ ആത്മാവോം കേലിയെ സിർഫ് കഹേങ്കെ കി യഹ് ഹോക്കർ ഗയേ ഹേ. പുണ്യാത്മാക്കളെ പറ്റിയിട്ട് എന്താ പറയാ? പുണ്യാത്മാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ജീവിച്ച് പോയവരാണ് എന്നാണ് പറയുന്നത്. ബസ് പൂജ കർക്കെ ആ ജായേങ്കെ, ശിവ് കി പൂജ കർക്കെ ആയേങ്കെ. അതായത് ഇപ്പോഴും പൂജ ചെയ്തു വരുന്നുണ്ട്, ശിവനെയും പൂജ ചെയ്തു വരുന്നുണ്ട്. തും ബച്ചേ അബ് കിസ്കി പൂജ കരേങ്കെ. അപ്പം ബാബ ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ആരുടെ പൂജയാണ് ചെയ്യുക? തും ജാൻതേ ഹോ ഊഞ്ച്തേ ഊഞ്ച് ഭഗവാൻ ശിവ് ഹേ, വഹ് ഹേ ഒബീഡിയൻ്റ് ബാപ്പ് ടീച്ചർ ഒബീഡിയൻ്റ് പ്രിസെപ്റ്റർ. അപ്പം ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പം അറിയാം,
ഉയർന്നതിലും ഉയർന്നതാരാണ്? ഭഗവാൻ ശിവനാണ്. ആ ഭഗവാൻ ശിവനെ തന്നെയാണ് എന്ത് പറയുന്നത്? ഒബീഡിയൻറ്റ് ബാപ്പ്, അല്ലെ, അനുസരണയുള്ള അച്ഛൻ, ടീച്ചർ, അതുപോലെ ആചാര്യൻ അല്ലെങ്കിൽ ഗുരു. साथ ले जाने की ഗ്യാരണ്ടി और कोई ഗുരു ആദി കർ നാ സകേ. ബാബ പറയുന്നത് കൂടെ കൊണ്ടുപോകും എന്നുള്ള ഗ്യാരണ്ടി വേറെ ഒരു ഗുരുക്കന്മാർക്കും തരാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. സോബി വഹ് കോയി സബ്കോ തോടെ ഹി ലേ ജായേങ്കെ. അതായത് എല്ലാവരെയും കൂടെ കൊണ്ടുപോക, അതും വേറെ ആർക്കും സാധിക്കില്ലല്ലോ. अभी तुम सन्मुख बैठे हो, यहाँ से अपने घर में जाने से भी तुम भूल जाएंगे. ബാബ പറയാണ്, ഇപ്പം നിങ്ങൾ കുട്ടികൾ സന്മുഖത്തിരിക്കുകയാണ്, ഇനി ഇതിനു ശേഷം നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം മറക്കുമെന്ന് ബാബ പറയാം. യഹാം സന്മുഖ സുന്നെ സേ മസ ആയേഗ. ഇവിടെ നിങ്ങൾക്ക് സന്മുഖത്ത് കേൾക്കുമ്പോൾ വളരെയധികം രസമുണ്ടായിരിക്കുന്നു പറയാ ബാബ. ബാപ്പ് ഘടി ഘടി കഹത്തെ ഹേ ബച്ചേ അച്ചി രീതി പഠോ. അപ്പം ബാബ അടിക്കടി നമ്മളോട് പറയാണ്, കുട്ടികളെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കൂ. ഇസ്മേം ഗഫലത്ത് നെഹി കരോ, കുസംഗമേം നെഹി ഫസോ. ബാബ പറയണ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യരുത്, അതുപോലെ നിങ്ങൾ എന്താണ് കുസംഗത്തിൽ കുടുങ്ങരുത് എന്ന് ബാബ പറയാം. നെഹി തോ ഓർ ഹി തുച്ഛ് ബുദ്ധി ഹോ ജായെങ്കെ. അഥവാ നിങ്ങൾ കുസംഗത്തിൽ കുടുങ്ങിയ എന്തുണ്ടാകും? ബുദ്ധി തുച്ഛമായി മാറിപ്പോകുമെന്ന് പറയാം ബാബ. അതായത് ഒട്ടും ബുദ്ധിയില്ലാത്തവരായി മാറും. ബച്ചെ ജാൻതേ ഹേ ഹം ക്യാ ദേ ക്യാ പാപ് കിയേ. ഇപ്പം കുട്ടികൾക്കറിയാം നമ്മൾ ആരായിരുന്നു, എത്രമാത്രം പാപമൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം കുട്ടികൾക്കറിയാം. അബ് ഹം യഹ് ദേവത ബൻതേ ഹേ, യഹ് പുരാനി ദുനിയ ഖതം ഹോനി ഹേ, ഫിർ യഹാ മക്കൻ ആദി കി ക്യാ പർവാഹ് രഖ്നി ഹേ. അപ്പം ബാബ പറയാണ്, നമ്മളിപ്പോൾ ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഈ പഴയ ലോകം നശിക്കാനുള്ളതാണ്. പിന്നെ ബാബ ചോദിക്കുക, പിന്നെ എന്തിനാണ് ഈ കെട്ടിടം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇത്രയധികം ചിന്തയുണ്ടാക്കുന്നത് എന്തിനാണെന്ന് ബാബ ചോദിക്കാം. ഇസ് ദുനിയാ കാ ജോ കുച്ച് ഹേ വഹ് ഭൂൽനാ ഹേ. ബാബ പറയുന്നത് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് മറക്കേണ്ടതായിട്ടുണ്ട് എന്ന് ബാബ പറയാം. നെഹീത്തോ രുക്കാവട്ട് ഡാലേങ്കെ, ഇല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വിഘ്നമുണ്ടാക്കുമെന്ന് ബാബ പറയാം. ഇസ്മേം ദിൽ ലഗ്താ നെഹി, ഇതിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മനസ്സ് വെക്കരുത്, അതായത് പഴയ ലോകത്തിൽ. ഹം നയി ദുനിയാമേം അപ്പനെ ഹീരെ ജവഹരാത്തോം കെ മഹൽ ജാക്കർ ബനായെങ്കെ. ബാബ പറയുന്നത്, ഇപ്പോൾ നമ്മൾ പുതിയ ലോകത്തിൽ പോയിട്ട്, അതായത് പുതിയ ലോകത്തിൽ നമ്മൾ നമ്മുടേതായ, അതായത് വജ്രങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ കൊണ്ടുള്ള കൊട്ടാരം എല്ലാം ഉണ്ടാക്കുന്ന ബാബ പറയാം. യഹാം കെ പൈസെ ആദി കോയി ചീസ് അച്ചി ലഗി തീ ഹോഗി തോ ശരീർ ചോടത്തെ സമയ ഉസ്മേ മോഹ് ചലാ ജായേഗ. ബാബ പറയുന്നത്, ഇവിടെയുള്ള പൈസയോ അതുപോലുള്ള ഏതെങ്കിലും വസ്തുവിന്മേൽ നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ ബാബ പറയുന്നത് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അതിലുള്ള മോഹം വരുന്ന പറയാം. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിലോ വ്യക്തിയിലോ വൈഭവത്തിലോ എന്തിലെങ്കിലും നമ്മൾ കുടുങ്ങുക, അല്ലെങ്കിൽ നമുക്കൊരു മോഹം വരിക, ഒരു നല്ലതായി തോന്നുകയാണെങ്കിൽ ബാബ പറയുന്നത് ശരീരം ഉപേക്ഷിക്കുന്ന ആ സമയം വരുമ്പോൾ നിങ്ങൾക്കതിൽ മോഹം വരുന്ന ബാബ പറയാം. ഹമാര ഹമാര കരേങ്കേ തോ വഹ് പിച്ചാടിമേം സാമ്നെ ആ ജായേഗ. അതായത് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് അവസാനത്തിൽ ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ വരിക, അല്ലേ, വിഘ്നമായിട്ട് വരും അത്. അതാണ് ബാബ പറയുന്നത്. യഹ്തോ സബ് യഹാം കദം ഹോ ജാനേഹേ. ബാബ പറയുന്നത് ഇതെല്ലാം ഇവിടെ തന്നെ അവസാനിക്കാനുള്ളതാണ്. ഹം അപ്പനി രാജധാനി മേം ആ ജായേങ്കെ ഇസ്സേ ക്യാ ദിൽ ലഗ്നി ഹേ. പാപ്പ പറയുന്നത് നമ്മൾ ഇനി നമ്മളുടെ രാജധാനിയിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇതിൽ നിങ്ങൾ ഈ പഴയ വസ്തുക്കളോടും ഇതിനോടൊക്കെ നിങ്ങൾ എന്തിനാണ് ഇത്രയും ഹൃദയം വയ്ക്കുന്നത് അല്ലെങ്കിൽ മനസ്സ് വയ്ക്കുന്നതെന്ന് ബാബ ചോദിക്കാം. വഹാം ബഹുത്ത് സുഖരഹത്താഹേ. നമ്മുടെ രാജധാനിയിൽ എങ്ങനെയാണ് വളരെയധികം സുഖമുണ്ടായിരിക്കുന്നു ബാബ പറയാം. നാം ഹി ഹേ സ്വർഗ്, അതായത് പേര് തന്നെ എന്താണ്, സ്വർഗം എന്നാണെന്ന് പറയാം ബാബ.
अभी हम चले अपने वदन यह तो രാവൺ കാ വദൻ ഹേ ഹമാരാ നഹി. ബാബ പറയുന്നത് ഇപ്പം നമ്മൾ നമ്മളുടെ വദനത്തിലേക്കാണ് പോകുന്നത്. ഇതാണെങ്കിലോ രാവണന്റെ വദനമാണെന്ന് പറയാം. അതായത് നമ്മുടേതല്ല, രാവണൻ്റേതാണ്. ഇൻസെ ചൂട്ട്നേക്ക പുരുഷാർത്ഥ് കർണാ ഹേ. ഇത് ഉപേക്ഷിക്കുന്നതിൽ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ പലതിലും കുടുങ്ങിക്കിടക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഈ പഴയ ലോകത്തോടുള്ള മൊത്തമായിട്ടുള്ള മമത്വം നമ്മൾ ഇല്ലാതാക്കണം. അതിനുള്ള പുരുഷാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ബാബ പറയാം. പുരാനി ദുനിയാ സെ പല്ലവ് ആസാദ് കരാത്തെ ഹേ ഇസ്ലിയെ ബാപ് കഹത്തെ ഹേ കോയി ചീസ് മേം മമത്വ നെഹി രഖോ. ബാബ പറയുന്നത് ഈ പഴയ ലോകത്തിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം വിടുവിക്കണം. അതിനായിട്ട് ബാബ എന്താ പറയുന്നത്? ഒരു വസ്തുവിന്മേലും നിങ്ങൾ മമത്വം വെക്കരുത് എന്ന് ബാബ പറയാം. പേട്ട് കോയി ജാസ്തി നഹി മാങ്താ ഫാൽത്തു ചീസോം പർ ഖർച്ച് ബഹുത്ത് ഹോത്താ ഹേ. അപ്പം ബാബ പറയുന്നത് നമ്മളുടെ ഉദരം ഉണ്ടല്ലോ, വയറ്, അതൊന്നും അധികം ഒന്നും ആവശ്യപ്പെടില്ല, കുറച്ച് മതി വയറിന്. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള വസ്തുക്കളിന്മേലൊക്കെ ധാരാളം പൈസ ചിലവാക്കുന്നുണ്ടെന്ന് ബാബ പറയാം. തും ബച്ചോം കോ സർവീസ് കർണേ കെ ലിയേ ഉച്ചൽ ആനി ചാഹിയേ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് സേവനം ചെയ്യുന്നതിനായിട്ട് വളരെയധികം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കണം, ഉത്സാഹം ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. കൈ ബച്ചേ ഹേ ജിൻകോ ഗാവ് ഗാവ് മേം സർവീസ് കർണേ കാ ഷോക്ക് ഹേ. ബാബ പറയുന്നത് കുറേ കുട്ടികൾക്ക് എന്താണ്, ഗ്രാമങ്ങളിൽ പോയി സേവനം ചെയ്യുന്നതിനായിട്ടുള്ള താല്പര്യവും ലഹരിയൊക്കെ ഉണ്ട്. ബാക്കി ജിസ്കോ സർവീസ് കാ ഷോക്ക് നെഹി ഉനേം ക്യാ കാം കെ കഹേങ്കെ. അപ്പം ബാബ പറയുന്നത് ഈ സർവീസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാകുമല്ലോ, അവരെന്ത് ചെയ്യാനാണ്, അവരെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ബാബ പറയാം. ജയ്സെ ബാപ്പ് വൈസെ ബച്ചോം കോ ബന്ന ചാഹിയെ. എങ്ങനെയാണോ അച്ഛൻ അതുപോലെ കുട്ടികളുമായി മാറേണ്ടതുണ്ടെന്ന് പറയാം ബാബ. ബാപ്പ് കാഹി പരിചയ ദേനാഹെ. അതായത് അച്ഛൻ്റെ തന്നെയാണ് നമ്മൾ പരിചയം കൊടുക്കേണ്ടത്. ബാപ്പ് കോ യാദ് കരോ ഓർ ബാപ്പ് സെ വർസാലോ. അപ്പോൾ ബാബ പറയുന്നത് ബാബയെ നിങ്ങൾ ഓർമ്മിക്കൂ, അതുപോലെ ബാബയിൽ നിന്നും നിങ്ങൾ സമ്പത്തും എടുക്കൂ. ബച്ചോം കോ ഷോക്ക് ഹോത്ത ഹം ബാബ കി സർവീസ് പർ ജാത്തെ ഹേ. എന്താണ് ബാബ പറയാണ്, കുട്ടികൾക്കും ഈ ഒരു താല്പര്യം ഉണ്ടായിരിക്കണം, അതായത് ഞങ്ങൾ ബാബയുടെ സേവനത്തിനാണ് പോകുന്നത്. തോ ബാപ്പ് ബി ഹിമ്മത്ത് ബടാത്തേ ഹേ. അങ്ങനെയാണെങ്കിൽ ബാബയും നിങ്ങൾക്ക് ധൈര്യവുമെല്ലാം നിങ്ങൾക്ക് ഉയർത്തിത്തരും. ബാപ്പ് ആയേ ഹേ സർവീസ് പർ സർവീസ് കെ ലിയേ സബ് കുച്ച് ഹേ. അപ്പം ബാബ എന്തിനാ വന്നിരിക്കുന്നത്? സേവനത്തിനായിട്ടാണ് വന്നിരിക്കുന്നത്. സേവനത്തിനായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ബാബ പറയാം. യഹുത്തോ ബാപ്പ് കാ പരിചയ് സബ് കോ ദേനാ ഹേ. അപ്പം ബാബ പറയുന്നത് അച്ഛൻ്റെ പരിചയം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട്. ബാപ്പ് ഏക് ഹി ഹേ. അതായത് അച്ഛൻ ഒന്ന് മാത്രമാണ്. ഭാരത് മേം ആയാദ ഭാരത് മേം ദേവതാവോം കാ രാജ്യത. ആ അച്ഛൻ ഭാരതത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്, ഭാരതത്തിൽ തന്നെയാണ് ദേവതമാരുടെ രാജ്യവും ഉണ്ടായിരുന്നതെന്ന് ബാബ പറയാം. കൽ കി ബാത്ത് ഹേ ലക്ഷ്മി നാരായൺ കാ രാജ്യത ഫിർ രാം സീത കാ. അതായത് ഇന്നലത്തെ കാര്യമാണ്, അതായത് കഴിഞ്ഞു പോയ കാര്യമാണത്. അതായത് ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമുണ്ടായിരുന്നു, അതിനുശേഷം ആരുടെ രാജ്യം വന്നു? രാമൻ്റെയും സീതയുടെയും രാജ്യം വന്നു എന്ന് ബാബ പറയാം. ഫിർ വാം മാർഗമേം ഗിരെ. അതിനുശേഷം വാമമാർഗത്തിൽ വീണുപോയി എന്ന് പറയാം ബാബ. രാവൺ രാജ് ശുരു ഹുവ സീഡി നീച്ചെ ഉതർത്തെ അബ് ഫിർ ചടത്തി കല സെക്കൻഡ് കി ബാത്ത് ഹെ. ബാബ പറയുന്നത് രാവണ രാജ്യം ആരംഭിച്ചപ്പോഴാണ് പടികൾ താഴെ ഇറങ്ങി വന്നത്, അല്ലേ? അങ്ങനെയാണ് താഴെ ഇറങ്ങി വന്നത്. ഇപ്പം എന്താണ്? വീണ്ടും ഉയരുന്ന കലയുടേതാണ്, ഉയരേണ്ട സമയമാണ്. അതായത് ഒരു സെക്കൻഡിൻ്റെ കാര്യമാണെന്ന് ബാബ പറയാം. ഏക് ഹോത്താ ഹെ റിയൽ ലവ്, ദൂസര ഹോത്താ ഹെ ആർട്ടിഫിഷ്യൽ ലവ്. ബാബ പറയുന്നുണ്ട്, ഒന്നുണ്ട് സത്യമായ സ്നേഹം, രണ്ടാമത് എന്താണ്? കൃത്രിമമായ സ്നേഹം. റിയൽ ലവ് ബാപ്പ് സെ തബ് ഹോ ജബ് അപ്പനേക്കോ ആത്മാ സമझे. അപ്പം ബാബ പറയുന്നത് എപ്പോഴാണോ നമ്മൾ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ബാബയോട് സത്യമായ സ്നേഹം വരുന്നതെന്ന് ബാബ പറയാം.
അബ് തും ബച്ചോം കാ ഇസ് ദുനിയാമേം ആർട്ടിഫിഷ്യൽ ലവ് ഹേ. ബാബ പറയുന്നത് ഇപ്പോൾ ഈ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാം കൃത്രിമമായ സ്നേഹമാണെന്ന് ബാബ പറയാ. യഹ്തോ ഖദം ഹോനി ഹേ, ഇത് തീർച്ചയായിട്ടും അവസാനിക്കുക തന്നെ ചെയ്യുന്നു ബാബ പറയാം. സർവീസ് കർണേ വാലേ കബി ഭൂക്ക് നെഹി മർ സക്തേ, സർവീസ് ചെയ്യുന്നവര് ഒരിക്കലും വിശന്ന് മരിക്കില്ല എന്ന് ബാബ പറയാ. തോ സർവീസ് കാ ബച്ചോം കോ ഷോക്ക് രഹന ചാഹിയേ. അപ്പൊ ബാബ പറയുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് സേവനം ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. തുമാരി ഈശ്വരീയ മിഷൻ ബഡി സഹജ് ഹെ, നിങ്ങളുടെ ഈ ഈശ്വരീയ മിഷൻ എന്ന് പറയുന്നത് വളരെ സഹജമാണെന്ന് ബാബ പറയാം. കോയി സമജ്തേ നഹി കി ധർമ്മ കൈസേ സ്ഥാപൻ ഹോത്താ ഹേ, ബാബ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല, അതായത് ഒരു ധർമ്മം എങ്ങനെയാണ് സ്ഥാപിക്കുന്നത് എന്ന കാര്യം. ക്രൈസ്റ്റ് ആയ ക്രിസ്ത്യൻ ധർമ്മ സ്ഥാപൻ കിയ ധർമ്മ ബഡ്താ ഗയ, അതായത് ക്രൈസ്റ്റ് വന്ന് ക്രിസ്തീയ ധർമ്മം സ്ഥാപിച്ചു, അതിനുശേഷം ആ ധർമ്മം വർദ്ധിക്കും ചെയ്തു, അല്ലെ വൃദ്ധി പ്രാപിച്ചു. ഉസ്കി മത് പർ ചലത്തെ ചലത്തെ ഗിർത്തെ ആയേ, അപ്പം അവരുടെ മതത്തിലൂടെ നടന്ന് പിന്നെ എന്തുണ്ടായി, താഴേക്ക് വീണു എന്ന് ബാബ പറയാം. അബ് തും ബച്ചോം കോ ദേഹി അഭിമാനി ബന്ന ഹേ, ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് എന്തായി മാറണം, ദേഹി അഭിമാനിയായിട്ട് മാറേണ്ടതാണെന്ന് ബാബ പറയാം. ആദാ കൽപ്പ് രാവൺ രാജ്യമേം ഹം ബാപ്പ് കോ ഭൂൽ ഗയേ, അതായത് ബാബ പറയുന്നത് പകുതി കൽപ്പം, അതായത് രാവണ രാജ്യത്തിൽ നിങ്ങൾ ബാബയെ മറന്നു. അബ് ബാപ്പിനെ ആക്കർ സുജാഗ് കിയാ ഹെ, ബാബ പറയുന്നത് ഇപ്പോൾ ബാബ വന്നിട്ട് നിങ്ങളെ ഓർമ്മ ഉണർത്താണ്, സ്മൃതി ഉണർത്താണ്. ബാബ കഹത്തെ ഡ്രാമ അനുസാർ തുംകോ ഗിർനാ ഹീദാ, അപ്പം ബാബ പറയുന്നത് ഡ്രാമ അനുസരിച്ച് നിങ്ങൾക്ക് താഴെ വീഴുക തന്നെ വേണം. തുമാരാ ബി ദോഷ് നഹി, അത് നിങ്ങളുടെ ദോഷമല്ല എന്ന് ബാബ പറയാം. രാവൺ രാജ്യമേം ദുനിയാക്കി ഏസി ഹാലത്ത് ഹോ ജാത്തി ഹേ, ബാബ പറയുന്നത് രാവണ രാജ്യത്തിൽ ലോകം അങ്ങനെയൊരു അവസ്ഥയിലാകേണ്ടതുണ്ട് എന്നുള്ളത് ഡ്രാമയിലുള്ളതാണ്, അതാണ് ബാബ പറയുന്നത്. ബാപ്പ് കഹത്തെ ഹേ അബ് മേ ആയാഹും പഠാനെ, ബാബ പറയാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്, പഠിപ്പിക്കുന്നതിനായിട്ടാണെന്ന് ബാബ പറയാം. തും ഫിർസെ അപ്നി രാജായിലോ, അപ്പം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ രാജ്യപദവി നിങ്ങൾ വീണ്ടും എടുക്കുന്നു ബാബ പറയാം. മേ ഓർ കോയി തക്ലീഫ് നെഹി ദേത്താഹും, ഞാൻ നിങ്ങൾക്ക് വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തരുന്നില്ല എന്ന് ബാബ പറയാം. ഏക് തോ ബാസാർ കി ചീച്ചി ഗന്ദി ചീസേം നാ ഖാവോ ഓർ മാമേകം യാദ് കരോ, ബാബ പറയുന്നത് ഒരു കാര്യം, അതായത് നിങ്ങൾ ഇങ്ങനെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന വളരെ മോശമായിട്ടുള്ള വസ്തുക്കളൊന്നും നിങ്ങൾ കഴിക്കരുത് എന്ന് ബാബ പറയാം. പിന്നെ മാമേകം യാദ് കരോ, അതായത് സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ എന്ന് ബാബ പറയാം. അബി തും ബच्चे जानते हो यह ड्रामा का चक्र है जो फिर റിപ്പീറ്റ് होगा, ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, അതായത് ഇത് ഡ്രാമയുടെ ചക്രമാണ്, ഇത് വീണ്ടും റിപ്പീറ്റ് ആകും, അല്ലെ, അത് വീണ്ടും അത് ആവർത്തിക്കുമെന്ന് ബാബ പറയാം. തുമാരി ബുദ്ധി മേം ഡ്രാമാക്കെ ആദി മധ്യ അന്ത് കാ ഗ്യാൻ ഹേ, ബാബ പറയുന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ എല്ലാം ജ്ഞാനമുണ്ട്. തും കോയി കോബി സമജാ സക്തേ ഹോ, ബാബ പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. പഹലേ തോ ബാപ്പ് കി യാദ് രഹ്നി ചാഹിയേ, ആദ്യം എന്താണ് വേണ്ടത്, ബാബയുടെ ഓർമ്മ നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. സർവീസ് കെ ലിയേ ആപ്പസ് മേ മിൽക്കർ സാത്തി ബനാ ലേനാ ചാഹിയേ, അതായത് ബാബ പറയുന്നത് സേവനം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പരസ്പരം ചേർന്ന് കൂട്ടുകാരാകണം, എന്നിട്ട് നിങ്ങൾ സേവനം ചെയ്യണമെന്ന് ബാബ പറയാം. മാതാവും കോബി നിക്കൽന ചാഹിയേ, മാതാക്കളെയും നിങ്ങൾ ഇറക്കണം. ഇസ്മേം ഡർനേക്ക് കോയി ബാത്ത് നഹി, ഈ ഒരു കാര്യത്തിൽ, അതായത് സേവനം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട എന്ന് ബാബ പറയാം. ചിത്ര ആദി സബ് തുംകോ മിലേഗ, അതായത് ചിത്രങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും സേവനത്തിന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. തുമാരി സർവീസ് ജാസ്തി ഹോഗി, അതായത് നിങ്ങളുടെ സേവനം വളരെയധികം വർദ്ധിക്കുമെന്ന് ബാബ പറയാം. കഹേങ്കെ
ആപ്പ് ചലേ ജാത്തേ ഹോ ഫിർ ഹംകോ കോൺ സിക്കായെങ്കെ. അപ്പോൾ നമ്മൾ ഈ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് സർവീസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് സർവീസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, എന്താ നിങ്ങൾ തിരിച്ചു ആണോ, അതായത് പിന്നീട് ഞങ്ങളുടെ സേവനം ആര് ചെയ്യും, ഞങ്ങളെ ആര് പഠിപ്പിക്കും, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ബാബ പറയാണ്, അങ്ങനെയാകുമ്പോൾ നിങ്ങൾ പറയൂ, അതായത് ഹം സർവീസ് കർണേക്കെ ലിയെ തയ്യാർ ഹേ. അപ്പോൾ പറയണം, ഞങ്ങൾ സർവീസ് ചെയ്യാൻ റെഡിയാണ്. മക്കാൻ ആദിക പ്രബന്ധ് കരോ. നിങ്ങൾ കെട്ടിടമൊക്കെ ശരിയാക്കുന്ന കാര്യം അത് നിങ്ങൾ ഒന്ന് നോക്കാൻ പറയാം. അതായത് അപ്പോൾ ഗ്രാമങ്ങളിൽ പോയി സർവീസ് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് നല്ലതായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അവരെന്താ പറയുക, നിങ്ങൾ തിരിച്ചു പോകാതെ ഞങ്ങളുടെ സേവനം ചെയ്യൂ, ഞങ്ങളെ പഠിപ്പിക്കൂ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും, ഞങ്ങൾ സർവീസ് ചെയ്യാൻ, സേവനം ചെയ്യാൻ റെഡിയാണ്, പക്ഷേ നിങ്ങൾ അതിനായിട്ടുള്ള കെട്ടിടങ്ങളും അതിൻ്റെതെല്ലാ കാര്യങ്ങളും ശരിയാക്കൂ എന്ന് പറയാം അവരുടെ അടുത്ത്. ബഹുത്വം കെ കല്യാണാർത്ത് നിമിത്ത് ബൻജായെങ്കിൽ. അപ്പോൾ അനേകരുടെ മംഗളത്തിനായിട്ട് നിങ്ങൾക്ക് നിമിത്തമായിട്ട് മാറാനും സാധിക്കും. ഇതൊക്കെ നമുക്ക് പറയാമെന്ന് ബാബ പറയാം. ബാബ സർവീസ് കാ ഉമങ്ക് ദിലാത്തേ ഹെ. ബാബ സേവനം ചെയ്യുന്നതിനുള്ള ആ ഉത്സാഹം അത് വർദ്ധിപ്പിക്കുകയാണ് ബാബ. ബച്ചോ മേം ഹിമ്മത്ത് ഹെ തോ സർവീസ് ബി ബഡ്തി ഹെ. ബാബ പറയുന്നത് കുട്ടികളിൽ ധൈര്യമുണ്ട്, അതുകൊണ്ട് തന്നെ സേവനവും വർദ്ധിക്കും. യഹ് കോയി മേള നഹി ഹെ ജോ 10-15 ദിൻ മേള ചല ഫിർ ഖലാസ്. ബാബ പറയുന്നത് ഇത് ഇങ്ങനെയുള്ള മേളയൊന്നുമല്ല, അതായത് 10-15 ദിവസം ഒരു മേള നടന്നു പിന്നെ അത് അവസാനിച്ചു, അങ്ങനെയുള്ള മേളകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയൊരു മേളയല്ല ഇത്. യഹ് മേളാത്തോ ചൽത്താഹി രഹ്താഹ. ബാബ പറയുന്നത് ഇത് നടന്നുകൊണ്ടേയിരിക്കും ഈ മേള. യഹാം ആത്മാവോം ഓർ പരമാത്മാ കാ മിലൻ ഹോത്താ ഹെ ജിസ്കോ ഹി സച്ചാ മേള കഹാ ജാത്താ ഹെ. ഇവിടെ ബാബ പറയുന്നത് എന്താണ്, ഇവിടെ ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മിലനമാണ് നടക്കുന്നത്. ഇത് തന്നെയാണ് സത്യമായ മേള. വഹ്തോ അബി ചൽ ഹി രഹാ ഹെ. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേള ബന്ദ് തബ് ഹോഗ ജബ് സർവീസ് പൂരി ഹോഗി. ബാബ പറയുന്നത് എപ്പോഴാണോ ഈ സേവനം അവസാനിക്കുന്നത് അപ്പോഴാണ് ഈ മേളയും അവസാനിക്കുകയുള്ളൂ എന്ന് ബാബ പറയാം. ഡ്രാമ അനുസാർ ബച്ചോം കോ സർവീസ് കാ ബഡാ ഷോക്ക് ചാഹിയേ. ബാബ പറയുന്നത് ഡ്രാമ അനുസരിച്ച് കുട്ടികൾക്ക് സേവനം ചെയ്യുന്നതിൻ്റെ വളരെ വലിയ താല്പര്യം അല്ലെങ്കിൽ വളരെ വലിയ ലഹരി ഉണ്ടായിരിക്കണം എന്ന് പറയാ ബാബ. ജോ ബേഹദ് കെ ബാപ്പ് മേം നോളജ് ഹേ വഹ് ബച്ചോം കി ബുദ്ധി മേം ഹേ. അതായത് പരിധിയില്ലാത്ത അച്ഛനിൽ ഏതൊരു അറിവാണോ ഉള്ളത് അത് നിങ്ങൾ കുട്ടികളിലുമുണ്ട്. ഊഞ്ചത്തെ ഊഞ്ച് ബാപ്പ് സേ ഹം കിത്ന ഊഞ്ച് ബൻത്തെ ആയേ ഹേ. ബാബ പറയുന്നത് ഉയർന്നതിലും ഉയർന്ന അച്ഛനിലൂടെ നമ്മൾ എത്രമാത്രം ഉയർന്നവരായി മാറിയിരിക്കുന്നു. ഏസെ ഏസെ അപ്പനെ സെ ബാത്തേം കർണി ഹേ. ഇങ്ങനെ നമ്മളെ സ്വയത്തോട് സംസാരിക്കണമെന്ന് ബാബ പറയാം. ആപസ്മേം സെമിനാർ കർണ ഹേ. അതായത് നിങ്ങൾ പരസ്പരം ചേർന്ന് സെമിനാറുകളൊക്കെ ഉണ്ടാക്കണം. ബാബാസെ റായിക്കർ സർവീസ് മേ ലഗ് ജാവോ. ബാബയിൽ നിന്നും നിങ്ങൾ നിർദ്ദേശമെല്ലാം എടുത്ത് നിങ്ങൾ സേവനത്തിൽ മുഴുകൂ. കോയി മദദ് കി ദർക്കാർ ഹോ തോ ബാബ ദുൽഹെ ലാൽ ബൈഠാ ഹെ. ബാബ പറയുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ പ്രിയതമനായ ബാബ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയാ ബാബ. യഹ് സബ് ഡ്രാമാമേ നൂന്ത് ഹെ. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഫിക്കർ കി കോയി ബാത്ത് നഹി. ഭയക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല എന്ന് ബാബ പറയാ. നഹി തോ സ്ഥാപന കൈസേ ഹോഗി. ഇല്ല എങ്കിൽ ബാബ പറയുന്നത് എങ്ങനെ സ്ഥാപന നടക്കും, പുതിയ ലോകം സ്ഥാപിക്കേണ്ടേ, അപ്പോൾ ധൈര്യത്തോടെ ഇറങ്ങുക തന്നെ വേണം, ഇല്ലെങ്കിൽ എങ്ങനെ സ്ഥാപനം നടക്കുമെന്ന് ബാബ പറയാം. ദൂസരി ബാത്ത് യഹ് ബി ഹേ ജോ കരേഗ വഹ് പായേഗ. രണ്ടാമത്തെ കാര്യം ഇതാണ്, അതായത് ആര് ചെയ്യുന്നുവോ അവര് നേടും. അബി തും ബച്ചേ പത്തർ ബുദ്ധി സേ ഹീരെ ജൈസ ബൻതേ ഹോ. അപ്പം ബാബ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ കല്ല് ബുദ്ധിയിൽ നിന്നും വജ്രത്തിന് സമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാപ്പ് ഗ്യാൻ സേ ഇത്തന സീതാ കർത്തെ മായാ ഫിർ നാക്ക് സേ പകഡ്കർ പീട്ട് ദിലാ ദേത്തി ഹേ. അപ്പോൾ ബാബ പറയുന്നത് ബാബയാണെങ്കിലോ ഈ ജ്ഞാനത്തിലൂടെ നിങ്ങളെ വളരെ ഉയർന്നവരാക്കി മാറ്റും. പിന്നീട് മായ എന്ത് ചെയ്യും, അതായത് മൂക്കിനെ പിടിച്ച് നിങ്ങളെ താഴേക്കിടുന്നു പറയാം, അതായത് മായയിൽ പെടുകയാണ് ചെയ്യുന്നത്.
തും ബച്ചോം കോ സംഗ് ബഡ അച്ഛാ കർണ ചാഹിയെ. നിങ്ങൾ കുട്ടികളുടെ സംഘം വളരെ നല്ലതായിരിക്കണമെന്ന് ബാബ പറയാം. ബുരേ സംഘ് കാ രംഗ് ലഗ്നെ സെ ഗിർ പടേങ്കെ. അതായത് നിങ്ങൾ മോശമായ സംഘത്തിൻ്റെ നിറമേറ്റാൽ നിങ്ങൾ താഴേക്ക് വീഴുന്നു പറയാ ബാബ. ബാബ ബൈസ്കോപ്പ് ആദി ദേഖ്നേക്ക് മനാ കർത്തേ ഹെ. അപ്പം ബാബ ഈ സിനിമയൊക്കെ കാണുന്നുണ്ടല്ലോ, അതിന് ബാബ എതിരാണ്, അത് ചെയ്യരുതെന്ന് ബാബ പറയാറുണ്ട്. ജിസ്കോ ബയോസ്കോപ്പ് കി ആദത് പടി വഹ് പതീത് ബന്നെ ബിഗർ രഹ് നഹി സക്കേങ്കെ. ബാബ പറയുന്നത് ആരിലാണോ ഈ സിനിമയൊക്കെ കാണുന്നതിനുള്ള ആ ഒരു ശീലമുള്ളത് അവർക്ക് പതീതരാകാതെ ഇരിക്കാൻ സാധിക്കില്ല. അവർ പതീതരാകുമെന്ന് പറയാ ബാബ. യഹാം ഹർ ഏക് കി ആക്ടിവിറ്റി ഡേർട്ടി ഹെ നാം ഹി ഹെ വേശ്യാലയ്. ബാബ പറയുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പ്രവൃത്തിയൊക്കെ വളരെ മോശമാണെന്ന് പറയാം. പേര് തന്നെ എന്താണ്? വേശ്യാലയം എന്നാണ്. ബാപ്പ് ശിവാലയ് സ്ഥാപൻ കർ രഹേ ഹെ. ബാബ വന്നിട്ട് എന്താണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്? ശിവാലയമാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. വേശ്യാലയക്കോ പൂരി ആഗ് ലഗ്നി ഹേ. അതായത് വേശ്യാലയത്തിന് മുഴുവനായിട്ടും തീപിടിക്കുമെന്ന് ബാബ പറയാം. കുംഭകർണ ജയ്സെ ആസുരി നീന്തുമേം സോയെ പടേഹെ. ബാബ പറയുന്നത് കുംഭകർണനെ പോലെ ആസുരീയമായ ഉറക്കത്തിൽ ഉറങ്ങുകയാണെന്ന് പറയാം. തും സമജ്തേ ഹോ കി ഹം ശിവാലയമേം ജാ രഹേ ഹെ. നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മളിപ്പോൾ ശിവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഹലെ ഹം ബി ബന്ദർ സദൃശ് ദേ ഇസ് പർ രാമായൺ മേം ബി കഹാനി ഹെ. ബാബ പറയുന്നത് അതായത് ആദ്യം നിങ്ങളും ഏതുപോലെയായിരുന്നു? കുരങ്ങനെ സമാനമായിരുന്നു. ഇതിൻ്റെ പേരിൽ രാമായണത്തിലും കഥയൊക്കെ ഉണ്ടെന്ന് ബാബ പറയാ. അബി തും ബാപ്പ് കെ മദദ്ഗാർ ബനേ ഹോ. ഇപ്പം നിങ്ങൾ അച്ഛൻ്റെ സഹായികളായിട്ട് മാറിയിരിക്കുകയാണ്. തും അപ്നി ശക്തി സെ രാജ്യസ്ഥാപൻ കർ രഹേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശക്തിയിലൂടെയാണ് രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിർ യഹ് രാവൺ രാജ്യ കലാസ് ഹോ ജാനാ ഹെ. പിന്നീട് ഈ രാവണ രാജ്യം ഇവിടെ അവസാനിക്കുക തന്നെ ചെയ്യും. അവസാനിക്കാൻ പോവുകയാണ് രാവണ രാജ്യം. തും ബച്ചോം കോ അനേക പ്രകാർ കി യുക്തിയാം ബത്താത്തെ രഹത്തെ ഹെ. ബാബയാണെങ്കിലോ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അനേക പ്രകാരത്തിലുള്ള യുക്തികളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. കിസ്കോ ദാൻ നെഹി കരേങ്കെ തോ ഫൽ ബി കൈസേ മിലേഗ. ബാബ പറയുന്നത് നിങ്ങൾ ആർക്കും ഇപ്പം ദാനം ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ ഫലം കിട്ടാനാണ് എന്ന് ബാബ ചോദിക്കുക. പഹലെ പഹലെ 10-15 को रास्ता बताकर फिर बाद में भोजन खाना चाहिए. അപ്പം ബാബ പറയാണ് നിങ്ങൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 10-15 പേർക്കൊക്കെ ഈ വഴി പറഞ്ഞു കൊടുക്കൂ, അതിനുശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. ഇത് ബാബ വളരെ മുമ്പ് പറഞ്ഞതാണല്ലോ. അപ്പം അന്നൊക്കെ കുട്ടികൾക്ക് അത്രയും സേവനത്തിനുള്ളൊരു ഉത്സാഹമൊക്കെ ബാബ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ബാബ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പഹലെ ശുഭ് കാം കർക്കെ ആവോ ഇസ്മേം ഹി തുമാര കല്യാൺ ഹേ. ബാബ പറയുന്നത് ആദ്യം നിങ്ങൾ വളരെ ശുഭമായ കാര്യം അല്ലേ നിങ്ങൾ ചെയ്തിട്ട് വരൂ, ഇതിൽ തന്നെയാണ് നിങ്ങളുടെ മംഗളമുള്ളത്. കോയി ബി ദേഹദാരിക്കോ യാദ് നെഹി കരോ. നിങ്ങൾ ഒരു ദേഹദാരിയെയും ഓർമ്മിക്കരുത്. യഹ്തോ പതീത് ദുനിയാ ഹേ. ഇത് വളരെ പതീതമായ ലോകമാണ്. പതീത് പാവൻ ഏക് ബാപ്പ് കോ യാദ് കരോ തോ പാവൻ ദുനിയാ കെ മാലിക് ബൻ ജായേങ്കെ. ബാബ എന്താ പറയുന്നത്? പതീത പാവനനായ ആ ഒരേ ഒരു ബാബയെ നിങ്ങൾ ഓർമ്മിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാവന ലോകത്തിൻ്റെ അധികാരിയായിട്ട് മാറും. അന്തിമതി സ്വഗതി ഹോ ജായേഗി. അതായത് അന്തിമഗതി എങ്ങനെയോ അതുപോലെയാകും. തോ കിസി നാ കിസി കോ സന്ദേശ് സുനാക്കർ ഫിർ ആയേ ഭോജൻ ഖാനാ ചാഹിയെ. ബാബ പറയുന്നത് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഈ സന്ദേശം കേൾപ്പിക്കൂ, പിന്നീട് വന്ന് നിങ്ങൾ ഭോജനം കഴിക്കൂ, ഭക്ഷണം കഴിക്കൂ എന്ന് പറയാം. തും സബ്കോ യഹി ബത്താത്തെ രഹോ കി ബാപ്പ് കോ യാദ് കർണേ സെ ഇത്നാ ഊഞ്ച് ബൻ ജായേങ്കെ. ബാബ പറയുന്നത് നിങ്ങൾ എല്ലാവരോടും പറയൂ, അതായത് നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, അതിലൂടെ നിങ്ങൾ ഉയർന്നവരായിട്ട് മാറും. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരോടും പറയൂ എന്ന് ബാബ പറയാം. അച്ഛ
मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा को याद प्यार और गुड मॉर्निंग रूहानी बाप की रूहानी बच्चों को नमस्ते हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और നമസ്തേ. ഇനി ബാബ രാത്രി ക്ലാസ് പറയുന്നുണ്ട്. അത് 17/3/1968 രാത്രി ക്ലാസ്. कभी भी कोई भाषण आदि करना हो तो आपस में मिलकर 2-4 बारी रिहर्सल करो. पॉइंट्स एडिशन करेक्शन कर तैयार करो तो फिर റിഫൈൻ ഭാഷൺ കരേങ്ക. ബാബ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബാബ പറയുന്നത് ഈ പ്രഭാഷണങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ബാബ പറയാ നിങ്ങൾ പരസ്പരം ചേർന്ന്, അതായത് 2-4 പ്രാവശ്യമൊക്കെ നിങ്ങൾ റിഹേഴ്സൽ ചെയ്യൂ. പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്ത് അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആ കറക്ഷനൊക്കെ ചെയ്ത് നിങ്ങളത് തയ്യാറാക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വളരെ ശുദ്ധമായ പ്രഭാഷണം ചെയ്യാൻ സാധിക്കുമെന്ന് ബാബ പറയാം. मूल एक बात पर गीता के भगवान पर ही तुमने विजय पाई तो फिर सभी बातों में विजय हो जाएगी. इसके लिए കോൺഫറൻസ് तो होगी ना. അപ്പം ബാബ പറയുന്നത് മുഖ്യമായ കാര്യം, അതായത് ഗീതയുടെ ഭഗവാന്റെ മുകളിലാണ്. അതിൽ നിങ്ങൾ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയം നേടാൻ സാധിക്കുമെന്ന് ബാബ പറയാം. ഇതിനായിട്ട് കോൺഫറൻസ് ഒക്കെ ഉണ്ടാക്കണമെന്ന് ബാബ പറയാം. സമജ്തേ രഹേങ്കെ ജാഡ് കി വൃദ്ധി തോ സരൂർ ഹോനി ഹേ. അതായത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് വൃക്ഷത്തിന് അഭിവൃദ്ധി തീർച്ചയായിട്ടും വേണം. മായാ കെ തൂഫാൻ തോ സബീകോ ലഗ്തേ ഹേ. ബാബ പറയുന്നത് മായയുടെ കൊടുങ്കാറ്റ് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പറയാ ബാബ. അക്സർ കർക്കെ ലിഖ്തേ ഹേ ബാബ हमने काम की चमाट खाई इसको कहा जाता है कि കമായി ചട്ട്. അതായത് കുട്ടികൾ ഇങ്ങനെയും എഴുതും, അതായത് ബാബ ഞങ്ങൾ കാമവികാരത്തിൽ പെട്ടുപോയി. അപ്പോൾ ബാബ പറയുന്നത് ഇതിനെയാണ് പറയുന്നത്, അതായത് നിങ്ങളുടെ സമ്പാദ്യത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തുക. ക്രോധ് ആദി കിയാത്തോ കഹെങ്കെ കുച്ച് ഗാട്ടാപട. അതായത് ഇപ്പോൾ ക്രോധിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ പറയും, അതായത് കുറച്ച് നഷ്ടം സംഭവിച്ചു. इसके लिए समझाना पड़ता है काम पर जीत पहन जगत जीत बनने है. അതായത് ഇതിന് വേണ്ടിയിട്ടാണ് ബാബ മനസ്സിലാക്കി തരുന്നത്, നിങ്ങൾ കാമത്തിന് മേലെ വിജയം നേടൂ, അങ്ങനെ നിങ്ങൾ ജഗത് ജീത്തായിട്ട് മാറൂ. കാം സേ ഹാരേ ഹാർ ഹോത്തി ഹേ. അതായത് കാമത്തിലൂടെ നിങ്ങൾക്ക് തോൽവി തന്നെ തോൽവിയാണ് ഉണ്ടാവുക എന്ന് ബാബ പറയാം. काम से हारने वाले की കമായി ചട്ട് ഹോ ജാത്തി ഹേ ദണ്ഡ് പഡ് ജാത്ത ഹേ. ബാബ പറയുന്നത് കാമവികാരത്തിലൂടെ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെടും. അതുപോലെ വളരെയധികം എന്താ പറയുക ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാ ബാബ. മനസ്സിൽ ബഹുത് ബഡി ഹേ ഇസ്ലിയെ ബഡി ഖബർദാരി രഖ്നി പഡ്തി ഹേ. ബാബ പറയുന്നത് ലക്ഷ്യം വളരെ ഉയർന്നതാണ്, അതുകൊണ്ട് തന്നെ ബാബ പറയുന്നത് വളരെയധികം നിങ്ങൾ ശ്രദ്ധ വെക്കണം എന്ന് പറയാം. കാരണം ചെറിയൊരു ഇത് മതിയല്ലോ, മായ വന്നാൽ മതി തോൽക്കാൻ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ലക്ഷ്യം വളരെ ഉയർന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, വളരെയധികം സ്വയത്തിൽ നിങ്ങൾ ശ്രദ്ധ വെക്കണം എന്ന് ബാബ പറയാം. തും ബച്ചെ ജാൻതേ ഹോ 5000 വർഷ പഹലെ ബി ഹംകോ ബാദ്ഷാഹി മിലി ദി. നിങ്ങൾ കുട്ടികൾക്കറിയാം 5000 വർഷം മുമ്പും ഞങ്ങൾക്ക് ഈ ചക്രവർത്തി പദവി ലഭിച്ചിട്ടുണ്ട്. അബി ഫിർ സെ ദൈവിക രാജധാനി സ്ഥാപൻ ഹോ രഹി ഹേ. ഇപ്പോൾ വീണ്ടും ആ ദൈവിക രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുകയാണ്. ഇസ് പടായി സെ ഹം ഉസ് രാജധാനി മേം ജാത്തെ ഹേ സാരാ മദാർ ഹേ പടായി പർ. ബാബ പറയുന്നത് ഈ പഠിപ്പിലൂടെയാണ് നിങ്ങൾ ആ രാജധാനിയിലേക്ക് പോകുന്നത്. മുഴുവൻ ആധാരവും ഏതിനു മുകളിലാണ്, പഠിപ്പിന്മേലാണ് എന്ന് ബാബ പറയാം. പഠായി ഓർ ധാരണ സേഹി ബാബ് സമാൻ ബനേങ്കെ. അതായത് പഠിപ്പും അതോടൊപ്പം എന്തും വേണം, ധാരണയും വേണം അല്ലെ. പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചത് എന്തൊക്കെയുണ്ടോ അത് നമ്മളിൽ ധാരണയും നമ്മളിൽ ഇംപ്ലിമെൻ്റ് ആകണത്. അതാണ് ബാബ പറയുന്നത് പഠിപ്പ് അതോടൊപ്പം ധാരണ. ഇതിലൂടെ നമ്മൾ എന്തായി മാറും, ബാബയ്ക്ക് സമാനമായിട്ട് മാറുമെന്ന് ബാബ പറയാം.
രജിസ്റ്റർ भी चाहिए ना जो मालूम पड़े कितनों को आप समान बनाया. ബാബ പറയുന്നത് എത്ര പേരെ തനിക്ക് സമാനമാക്കി മാറ്റി എന്നറിയണമെങ്കിൽ എന്ത് വെക്കണം? രജിസ്റ്റർ വെക്കണം എന്ന് ബാബ പറയാം. ജിത്തന ജാസ്തി ധാരണ കരേങ്കെ ഉത്തന ഹി മീട്ട ബനേങ്കെ. ബാബ പറയുന്നത് എത്രമാത്രം നിങ്ങളിൽ ധാരണ കൊണ്ടുവരുന്നുവോ അത്രയും നിങ്ങൾ എന്തായി മാറും? മധുരമായിട്ട് മാറുന്നു ബാബ പറയാം. ബഹുത്ത് ലവ്ലി ബച്ചെ ചാഹിയെ. വളരെ സ്നേഹികളായ കുട്ടികളെയും വേണമെന്ന് ബാബ പറയാം. തും ബച്ചോം കെ ലിയേ ഹി വഹ് ദിൻ ആയാ ആജ് ജിസ്കെ ലിയേ മനുഷ്യ ബഹുത്ത് കോശിഷ് കർത്തേ ഹേ കി മുക്തി മേം ജാവേ. ബാബ പറയുന്നത് അതായത് ഏതൊരു കാര്യത്തിനു വേണ്ടിയിട്ടാണോ മനുഷ്യർ വളരെയധികം പരിശ്രമിക്കുന്നത്, അതായത് മുക്തിയിലേക്ക് പോകാൻ മനുഷ്യർ വളരെയധികം പരിശ്രമിക്കുന്നുണ്ടല്ലോ, ആ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ കുട്ടികളിൽ, ആ ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വന്നിരിക്കുകയാണ്. അതായത് നമുക്കാണല്ലോ ബാബയുടെ ജ്ഞാനം കിട്ടി, മുക്തി, ജീവൻ മുക്തി, എങ്ങനെ പോകാം, ഇതൊക്കെ അറിവ് നമുക്കാണ് ലഭിച്ചത്. അതാണ് ബാബ പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ മനുഷ്യർ പരിശ്രമിക്കുന്നത്, അതായത് മുക്തിയിലേക്ക് പോകാനാണല്ലോ, ആ ഒരു ദിവസം നിങ്ങൾ കുട്ടികളിൽ വന്നിരിക്കുകയാണ്. ബാപ്പ് സബീകോ ഇക്കട്ടാഹി മുക്തി ജീവൻ മുക്തി ദേത്തെ ഹെ. എല്ലാവർക്കും ഒരുപോലെയാണ് ബാബ മുക്തി ജീവൻ മുക്തി തരുന്നത്. ജോ ദേവത ബന്നെ കാ പുരുഷാർത്ഥ് കർത്തേ ഹേ വഹി ജീവൻ മുക്തി മേം ആയേങ്കെ. ബാബ പറയാണ്, ആരാണോ ദേവതയായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പുരുഷാർത്ഥം ചെയ്യുന്നത് അവരാണ് ജീവൻ മുക്തിയിലേക്ക് വരിക. ബാക്കി സബി മുക്തി മേം ജായേങ്കെ. ബാക്കി എല്ലാവരും എവിടെ പോകും? മുക്തിയിലേക്ക് പോകുമെന്ന് ബാബ പറയാം. ഹിസാബ് ഏക്യുറേറ്റ് നെഹി നിക്കൽ സക്തെ. ബാബ പറയുന്നത് അതായത് കൃത്യമായിട്ടുള്ള കണക്കൊന്നും എടുക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. അതായത് എത്ര പേര് മുക്തി, എത്ര പേര് ജീവൻ മുക്തി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ടുള്ളൊരു കണക്കൊന്നും എടുക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. കോയി തോ രഹേങ്കെ ബി. അതായത് ഇവിടെ ആരും ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. വിനാശ് കാ സാക്ഷാത്കാർ കരേങ്കെ. വിനാശത്തിന്റെ സാക്ഷാത്കാരവും ഉണ്ടാകും. യഹ് സുഹാവന സമയ ബി ദേക്കേങ്കെ. ഈ സ്വർണിമ സമയവും നിങ്ങൾ സാക്ഷാത്കാരത്തിലൂടെ കാണുന്നു ബാബ പറയാം. ഹർ ബാത്ത് മേം പുരുഷാർത്ഥ് കർണ ഹോത്താ ഹേ. ബാബ പറയുന്നത് എല്ലാ കാര്യത്തിലും നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ऐसे भी नहीं याद में बैठेंगे तो काम हो जाएगा. ബാബ പറയുന്നത് ഇങ്ങനെയില്ല, അതായത് ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും, അങ്ങനെയില്ല എന്ന് ബാബ പറയാം. മക്കാൻ മിൽ ജായേഗ നെഹി വഹ് തോ ഡ്രാമ മേം ജോ ഹേ വഹി ഹോത്താ ഹേ ആശാ നെഹി രഖ്നി ചാഹിയെ. അപ്പം ബാബ പറയുന്നത് അതായത് ഇപ്പോൾ യോഗത്തിലിരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും, കെട്ടിടമെല്ലാം ലഭിക്കും, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ കുട്ടികൾ. ബാബ പറയുന്നത് അങ്ങനെയില്ല, എന്താണോ ഡ്രാമയിലുള്ളത് അതാണ് നടക്കുക, അല്ലാതെ നിങ്ങൾ ഇതിന് മുകളിലൊന്നും ആശയോ ആഗ്രഹങ്ങളൊന്നും വെക്കണ്ട എന്ന് ബാബ പറയാം. പുരുഷാർത്ഥ് കർണ ഹോത്താ ഹെ. തീർച്ചയായും നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുക തന്നെ വേണം. ബാക്കി ഹോത്താ തോ വഹി ഹേ ജോ ഡ്രാമ മേ നൂന്താ ഹെ. ബാക്കിയെല്ലാം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഏതാണോ ഡ്രാമയിലുള്ളത് അതുപോലെ പുരുഷാർത്ഥം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. ബാക്കി എന്തെല്ലാമാണോ ഡ്രാമയിലുള്ളത് അതുപോലെ വരുന്നു ബാബ പറയാം. ആകെ ചൽ തുമാരി വൃത്തി ബി ബായി ബായി കി ഹോ ജായേഗി. മുന്നോട്ട് പോകുന്തോറും ബാബ പറയുന്നത് നിങ്ങളുടെ വൃത്തി അല്ലെ, നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? സഹോദര സഹോദര മനോഭാവമായിട്ട് മാറും. ജിത്തന പുരുഷാർത്ഥ് കരേങ്കെ ഉത്തന വഹ് വൃത്തി രഹേഗെ. ബാബ പറയുന്നത് എത്രത്തോളം നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളിൽ എന്തുണ്ടായിരിക്കും? ആ സഹോദരന്റെ മനോഭാവം ഉണ്ടായിരിക്കും, സഹോദര സഹോദര മനോഭാവം ഉണ്ടായിരിക്കും ബാബ പറയാം. ഹം അശരീരി ആയേതേ. നമ്മൾ എങ്ങനെയാ വന്നത്? അശരീരി അല്ലെ, ആത്മാക്കളാണല്ലോ നമ്മൾ, പോയിന്റ് ഓഫ് ലൈറ്റ്. അപ്പം നമ്മൾ അശരീരി ആയിട്ടാണ് വന്നത്. 84 ജന്മക്ക ചക്ര പൂരാക്കിയ. ഇവിടെ വന്ന് നമ്മൾ 84 ജന്മത്തിൻ്റെ ചക്രം പൂർത്തിയാക്കി. അബ ബാപ്പ് കഹത്തെ ഹേ കർമാതീത് അവസ്ഥാമേ ജാനാ ഹേ. ഇപ്പം ബാബ എന്താ നമ്മളോട് പറയുന്നത്? നിങ്ങൾ കർമാതീത അവസ്ഥയിലേക്ക് പോകണം. तुमको वास्तव में किसी से भी शास्त्रों आदि पर विवाद करने की दरकार नहीं है. ബാബ പറയുന്നത് വാസ്തവത്തിൽ നിങ്ങൾക്ക് ആരുടെ അടുത്തും ഈ ശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിവാദം ചെയ്യല്ലേ, പരസ്പരം ഇങ്ങനെ വാദിക്കില്ലോ, അതിൻ്റെ ഒരാവശ്യവും നിങ്ങൾക്കില്ല എന്ന് ബാബ പറയാം.
मूल बात है ही याद की और सृष्टि के ആദി മധ്യ അന്ത് കോ സമझना है. ബാബ പറയുന്നത് മുഖ്യമായ കാര്യം എന്താണ്? ഓർമ്മയുടേതാണ്. അതുപോലെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിനെയും കുറിച്ച് മനസ്സിലാക്കുക. ഇതാണ് മുഖ്യമായ കാര്യം എന്ന് ബാബ പറയാം. ചക്രവർത്തി രാജ ബന്നാഹെ, അതായത് ചക്രവർത്തി രാജാവായിട്ട് മാറണം. ഇസ് ചക്രക്കോ ഹി സിർഫ് സമജ്നാഹേ, അതായത് ഈ ചക്രത്തെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ബാബ പറയാ. ഇൻകാ ഹി ഗായൻ ഹേ സെക്കൻഡ് മേം ജീവൻ മുക്തി, ഇതിനെക്കുറിച്ച് തന്നെയാണ് പാടപ്പെട്ടിട്ടുള്ളത്, അതായത് സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന്. തും ബച്ചോം കോ വണ്ടർ ലഗ്താ ഹോഗാ ആദാ കൽപ്പ് ഭക്തി ചൽത്തി ഹേ. ബാബ പറഞ്ഞു നിങ്ങൾക്ക് അതിശയം ഉണ്ടാകും, അതായത് പകുതി കൽപ്പം ഭക്തി നടക്കുന്നുണ്ട്. ഞാൻ റീഞ്ചക് നെഹി, അതായത് ആ സമയത്ത് അല്പം പോലും ജ്ഞാനമില്ല എന്ന് ബാബ പറയാ. ജ്ഞാൻ ഹേ ഹി ബാപ്പ് കെ പാസ്, കാരണം ജ്ഞാനം ആരുടെ കയ്യിലാണുള്ളത്? ബാബയുടെ കൈവശമാണ് ജ്ഞാനമുള്ളത്. ബാപ് ദ്വാരാ ഹി ജാന്നാ ഹെ, ബാബയിലൂടെ തന്നെയാണ് നമ്മൾ ഈ ജ്ഞാനമെല്ലാം മനസ്സിലാക്കുന്നത്. യഹ് ബാപ്പ് കിത്തന അൺകോമൺ ഹേ ഇസ്ലിയെ കോട്ടോമേം കോയി നിക്കൽത്തേ ഹേ. ബാബ പറയുന്നത് ഈ ബാബ എന്ന് പറയുന്നത് വളരെ അസാധാരണമാണ്, അതുകൊണ്ട് തന്നെ കോടിയിലും ചിലരെ ഇതിലേക്ക് വരികയുള്ളൂ. വഹ് ടീച്ചേഴ്സ് ഏസത്തോടെ ഹി കഹേങ്കെ, അതായത് ബാക്കിയുള്ള ടീച്ചർമാരൊന്നും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. യഹ് തോ കഹത്തെ ഹേ മേ ഹി ബാപ്പ് ടീച്ചർ ഗുരു, ഈ അച്ഛനും നമ്മുടെ ബാബയ്ക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കൂ, അതായത് ഞാൻ തന്നെയാണ് നിങ്ങളുടെ അച്ഛൻ, ടീച്ചർ, ഗുരു, അല്ലെ? ബാക്കിയുള്ള ടീച്ചേഴ്സിനൊന്നും ഇങ്ങനെ പറയാൻ സാധിക്കില്ല എന്ന് ബാബ പറയാ. ഭാരത് കോ മദർ കൺട്രി കഹത്തെ ഹേ ക്യൂംകി അംബാ കാ നാം ബഹുത് ബാലാ ഹേ. അപ്പൊ ബാബ പറയുന്നത് ഭാരതത്തെ എന്തു പറയും? മാതൃരാജ്യം എന്ന് പറയും. എന്തുകൊണ്ടാണ് ഭാരതത്തെ മാതൃരാജ്യം എന്ന് പറയുന്നത്? കാരണം അംബയുടെ പേര് വളരെ പ്രശസ്തമാണ് എന്ന് ബാബ പറയാം. അംബാക്കെ മേളെ ബി ബഹുത്ത് ലഗ്തേ ഹേ, അതായത് അംബയുടെ വളരെയധികം മേളകളെല്ലാം നടക്കുന്നുണ്ടെന്ന് പറയാം ബാബ. അംബ മീഠ അക്ഷർ ഹേ, അതായത് അംബ എന്ന് പറയുന്നത് വളരെ മധുരമായ അക്ഷരമാണെന്ന് ബാബ പറയാ. छोटे बच्चे भी माँ को प्यार करते हैं ना, क्योंकि माँ खिलाती पिलाती संभालती है. അതായത് ചെറിയ കുട്ടികൾക്കും അമ്മയോട് വളരെയധികം സ്നേഹമായിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ്? അമ്മയാണ് അവരെ കഴിപ്പിക്കുന്നതും കുടിപ്പിക്കുന്നതും സംരക്ഷിക്കുന്നതും എല്ലാം അമ്മയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അമ്മയോട് വളരെയധികം സ്നേഹമായിരിക്കുന്നു പറയാ ബാബ. അബ് അംബാക്ക ബാബാ ബി ചാഹിയേന, ഇപ്പൊ ബാബ പറയുന്നത് ഈ അംബ എന്ന് പറയുന്ന അമ്മയ്ക്കും ഒരു അച്ഛൻ വേണ്ടേ എന്ന് ബാബ ചോദിക്കുക. യഹുത്തോ ബച്ചി ഹേ അഡോപ്റ്റ്, അതായത് ഇത് ദത്തെടുത്ത കുട്ടിയാണെന്ന് പറയാ ബാബ. ഇൻക പതീത്തോ ഹേ നഹി, അതായത് ഈ അമ്മയ്ക്ക് അതായത് അമ്മേനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അമ്മയ്ക്ക് പതിയൊന്നുമില്ല എന്ന് പറയാ. യഹ് നഈ ബാത്ത് ഹേന, ഇതെല്ലാം പുതിയ കാര്യങ്ങളല്ലേ. പ്രജാപിത ബ്രഹ്മ ജരൂർ അഡോപ്റ്റ് കർത്തേ ഹോങ്കെ, അതായത് പ്രജാപിതാവ് തന്നെയാണ് ഈ അംബ അതായത് അമ്മയെയും ദത്തെടുത്തിരിക്കുന്നത്. യഹ് സബി ബാത്തേം ബാപ്പ് ഹി ആകർ തും ബച്ചോം കോ സമജാത്തേ ഹേ, ഈ എല്ലാ കാര്യങ്ങളും ബാബ തന്നെയാണ് വന്നിട്ട് നിങ്ങൾ കുട്ടികളെയെല്ലാം മനസ്സിലാക്കി തരുന്നത്. കിത്തന മേള ലഗ്താ ഹേ പൂജ ഹോത്തി ഹേ ക്യൂംകി തും ബച്ചേ സർവീസ് കർത്തേ ഹോ. ബാബ പറയുന്നത് എത്രമാത്രം മേളകളും പൂജകളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കുട്ടികൾ അത്രയും സർവീസ് ചെയ്യുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്. മമ്മാനെ ജിത്തനെ കോ പടായ ഹോഗ ഉത്തന ഓർ കോയി പടാ നാ സകേ. ബാബ പറയാണ് മമ്മ എത്ര പേരെയാണ് മമ്മ പഠിപ്പിച്ചിട്ടുള്ളത്, അത്രയും പേരെയൊന്നും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. മമ്മാ കാ നാമചാർ ബഹുത്ത് ഹേ മേള ബി ബഹുത്ത് ലഗ്താ ഹേ, അതായത് മമ്മയുടെ പേര് വളരെ പ്രസിദ്ധമാണെന്ന് പറയാം. അതുപോലെ മേളയും ധാരാളം മേളകളും നടക്കുന്നുണ്ട്. अभी तुम बच्चे जानते हो बाप ने ही आकर रचना के आदि मध्य अंत का सारा राज तुम बच्चों को समझाया है. അപ്പം ബാബ പറയുന്നത് ഇപ്പം നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ബാബ തന്നെ വന്നിട്ടാണ് രചനയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം
തന്നിട്ടുള്ളത് കുട്ടികൾക്ക്. എല്ലാം മനസ്സിലാക്കി തന്നത് ബാബ തന്നെയാണ്. തുംകോ ബാപ്പ് കെ ഘർ കാ ഭി മാലൂം പടാ ഹെ. ഇപ്പം നിങ്ങൾക്ക് അച്ഛൻ്റെ വീടിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ബാപ്പ് സേ ഹി ലവ് ഹെ ഘർ സേ ബി ലവ് ഹെ. നിങ്ങൾക്ക് ബാബയോടും നിങ്ങൾക്ക് സ്നേഹമാണ്, വീടിനോടും സ്നേഹമാണെന്ന് ബാബ പറയാം. യഹ് ജ്ഞാൻ തുംകോ അബി മിൽത്താ ഹെ. ഈ ജ്ഞാനം നിങ്ങൾക്ക് ഇപ്പോഴാണ് ലഭിക്കുന്നത്. ഇസ് പഠായി സെ കിത്തിനി കമായി ഹോത്തി ഹെ. ഈ പഠിപ്പിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം സമ്പാദ്യമാണ് ഉണ്ടാകുന്നത് എന്ന് ബാബ പറയാ. തോ ഖുഷി ഹോനി ചാഹിയേന. അപ്പം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണ്ടേ. ഓർ തും ഹോ ബിൽക്കുൽ സാധാരണ. പക്ഷെ നിങ്ങൾ വളരെ സാധാരണമാണെന്ന് പറയാ ബാബ. ദുനിയാക്കു പത്താ നഹി ഹേ ബാപ്പാക്കർ യഹ് നോളജ് സുനാത്തെ ഹേ. ബാബ പറയാണ് ലോകത്തിൽ ഇതൊന്നും അറിയുന്നില്ല. അതായത് സ്വയം ഭഗവാൻ വന്ന് ഈ ജ്ഞാനം കേൾപ്പിക്കുന്നുണ്ട്. ഈ കാര്യമൊന്നും ലോകത്തിൽ അറിയില്ല എന്ന് പറയാ ബാബ. ബാപ്പ് ഹി ആക്കർ സബി നയി നയി ബാത്തേം ബച്ചോം കോ സുനാത്തെ ഹേ. ബാബ തന്നെയാണ് വന്നിട്ട് ഈ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം കുട്ടികളെ കേൾപ്പിക്കുന്നത്. നയി ദുനിയ ബൻതി ഹെ ബേഹദ് കി പടായി സെ. അപ്പം ബാബ പറയുന്നത് പുതിയൊരു ലോകം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? പരിധിയില്ലാത്ത ഈ പഠിപ്പിലൂടെയാണ്. പുരാനി ദുനിയാസെ വൈരാഗ്യ ആജാത്ത ഹെ. ബാബ പറയുന്നത് പഴയ ഈ ലോകത്തിൽ നിങ്ങൾക്ക് വൈരാഗ്യം വരികയാണ്. പഴയ ലോകത്തോട് വൈരാഗ്യം വരാന്ന് പറഞ്ഞാൽ പഴയ ലോകത്തോട് മമത്വമില്ല നമുക്ക്. തും ബച്ചോം കെ അന്തർ മേം ജ്ഞാൻ കി ഖുഷി രഹതി ഹെ. നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ എന്താണ്? ജ്ഞാനത്തിൻ്റെ, അതായത് അറിവിൻ്റെ സന്തോഷമാണ്. അത്രയും അറിവ് ലഭിച്ചോലോ, അപ്പം അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ കുട്ടികളുടെ ഉള്ളിലെന്ന് ബാബ പറയാം. ബാപ്പുക്കോ ഓർ ഗർക്കോ യാദ് കർണ ഹെ. അതായത് അച്ഛനെയും ഓർമ്മിക്കണം, വീടിനെയും ഓർമ്മിക്കണം. ഗർത്തോ സബീക്കോ ജാനാഹി ഹെ. അതായത് വീട്ടിലേക്ക് എല്ലാവർക്കും പോകണം. ബാപ്പ് തോ സബീക്കോ കഹേങ്കെ ന ബച്ചോം ഹം തുംകോ മുക്തി ജീവൻ മുക്തി കാ വർഷ ദേനെ ആയാ ഹോം. അപ്പം ബാബ എല്ലാവരോടും പറയും, അതായത് കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് മുക്തി ജീവൻ മുക്തിയുടെ സമ്പത്ത് നൽകാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഫിർ ഭൂൽ ക്യൂം ജാത്തേ ഹോ. ബാബ പറയുന്നത് പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണിത് മറന്നു പോകുന്നതെന്ന് ബാബ ചോദിക്കുക. മേ തുമാര ബേഹദ് കാ ബാപ്പ് ഹോം. ഞാൻ നിങ്ങളുടെ പരിധിയില്ലാത്ത അച്ഛനാണെന്ന് ബാബ പറയാ. രാജയോഗ സിക്കലാനെ ആയാഹോം. ഞാൻ എന്തിനാ വന്നിട്ടുള്ളത്? രാജയോഗം പഠിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. തോ ക്യാ തും ശ്രീമത് പർ നെഹി ചലേങ്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ശ്രീമതത്തിലൂടെ നടക്കില്ലേ എന്ന് ബാബ ചോദിക്കുക. ഫിർത്തോ ബഹുത്ത് കാട്ടാ പട് ജായേഗ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടം സംഭവിക്കുന്നു ബാബ പറയാ. യഹ് ഹേ ബേഹദ് കാ കാട്ട. ഇത് പരിധിയില്ലാത്ത നഷ്ടമായിരിക്കും. കാരണം ബാബ ഇപ്പോൾ നമ്മൾ ശ്രീമതം അനുസരിച്ച് നടക്കുമ്പോൾ 21 ജന്മത്തേക്കാണ് നമ്മുടെ പ്രാപ്തി. ഇപ്പം നമ്മൾ നടക്കുന്നില്ലെങ്കിലോ അപ്പോൾ പരിധിയില്ലാത്ത നഷ്ടമല്ലേ നമുക്ക്. ബാപ്പ് കാ ഹാത്ത് ചോടാത്തോ കമായി മേം കാട്ടാ പട് ജായേഗ. ബാബയുടെ കൈ വിടുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തിൽ വളരെ വലിയ നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് ബാബ പറയാം. അച്ഛാ, ഗുഡ് നൈറ്റ്, ഓം ശാന്തി. അതായത് ബാബ അത് രാത്രി ക്ലാസ് പറഞ്ഞതാണ്. അതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഗുഡ് നൈറ്റ് പറയാം ബാബ. ഓം ശാന്തി. ഇനി ബാബ ധാരണ പറയാണ്. ഫസ്റ്റ് പോയിന്റ്, ഇസ് ദുനിയാ കാ ജോ കുച്ച് ഹേ ഉസേ ഭൂൽനാ ഹേ. അതായത് ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം നിങ്ങൾ മറക്കണമെന്ന് പറയാം ബാബ. ബാബ് സമാൻ ഒബീഡിയൻ്റ് ബൻ സർവീസ് കർണി ഹേ. അതായത് ബാബയ്ക്ക് സമാനം നിങ്ങൾ നല്ല അനുസരണയുള്ളവരായിട്ട് മാറിയിട്ട് നിങ്ങൾ സേവനം ചെയ്യണം. സബ്കോ ബാപ്പ് കാ പരിചയ് ദേനാ ഹേ. എല്ലാവർക്കും നിങ്ങൾ ബാബയുടെ പരിചയം കൊടുക്കണമെന്ന് പറയാം ബാബ. സെക്കൻഡ് പോയിന്റ്, ഇസ് പതീത് ദുനിയാമേം അപ്പനെ ആപ്കോ കുസംഗ് സെ ബച്ചാനാ ഹേ. അതായത് ഈ പതീതമായ ലോകത്തിൽ നിങ്ങൾ സ്വയത്തെ കുസംഗത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം. ബാസാർ കാ ഗന്ദാ ഭോജൻ നെഹി കാനാ ഹേ, ബയോസ്കോപ്പ് നെഹി ദേഖനാ ഹേ. അപ്പോൾ 2 കാര്യങ്ങൾ ബാബ പറയാണ്. അതായത് പുറമേ നിന്ന് കിട്ടുന്ന മോശമായ നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കരുത്. അതുപോലെ നിങ്ങൾ ഈ സിനിമ ആദ്യമായിട്ടുള്ളതൊന്നും കാണരുതെന്നും ബാബ പറയാം. ഇനി ബാബ വരദാനം പറയാണ്.
त्रिकालदर्शी स्टेज द्वारा व्यर्थ का खाता समाप्त करने वाले സദാ സഫലതാമൂർത്ത് ഭവ. അതായത് ബാബ പറയാണ്, ത്രികാലദർശി സ്ഥിതിയിലൂടെ വ്യർത്ഥത്തിൻ്റെ കണക്കിനെ നിങ്ങൾ സമാപ്തമാക്കുന്നവരായ സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. അതാണ് ബാബ നമുക്ക് തരുന്ന വരദാനം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ബാബ പറയാണ്, त्रिकालदर्शी स्टेज पर स्थित होना अर्थात हर संकल्प बोल व कर्म करने के पहले ചെക്ക് करना कि यह व्यर्थ है या समर्थ है. അപ്പോൾ ബാബ പറയുന്നത് ത്രികാലദർശി സ്റ്റേജിൽ സ്ഥിതി ചെയ്യുക. അതിൻ്റെ അർത്ഥം ബാബ പറയുന്നത് നിങ്ങളുടെ എല്ലാ സങ്കല്പം, അതുപോലെ നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ കർമ്മം, ഇതെല്ലാം നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. അതായത് ഇത് വ്യർത്ഥമാണോ അതോ സമർത്ഥമാണോ, അല്ലേ? അതാണ് ത്രികാലദർശിയുടെ ആ സ്ഥിതിയിൽ ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ ഓരോ സങ്കല്പം, നമ്മുടെ വാക്ക്, നമ്മുടെ കർമ്മം നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഇത് വ്യർത്ഥമായ സങ്കല്പമാണോ, വ്യർത്ഥമായ വാക്കാണോ, വ്യർത്ഥമായ കർമ്മമാണോ, അഥവാ അല്ലെങ്കിൽ അത് സമർത്ഥമാണോ, ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ പറയാണ്. വ്യർത്ത് ഏക് സെക്കൻഡ് മേം പദമോം കാ നുക്സാൻ കർത്താ ഹേ. ബാബ പറയുന്നത് വ്യർത്ഥാണെങ്കിൽ ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് കോടികളുടെ നഷ്ടമുണ്ടാക്കും. അഥവാ ബാബ പറയണ സമർത്ഥാണെങ്കിലോ ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് കോടികളുടെ സമ്പാദ്യവും ഉണ്ടാക്കും. സെക്കൻഡ് കാ വ്യർത്ത് ബി കമായി മേ ബഹുത്ത് കാട്ട ഡാൽ ദേത്താ ഹേ जिससे ही हुए कमाई भी छिप जाती है. इसलिए एक कालदर्शी हो कर्म करने के बजाय त्रिकालदर्शी സ്ഥിതി पर स्थित होकर कर्म करो. ബാബ പറയുന്നത് ഇപ്പോൾ വ്യർത്ഥമാണെങ്കിൽ നമുക്ക് എന്താണ്, സെക്കൻഡിൽ നമുക്ക് കോടികളുടെ നഷ്ടമാണ്. പക്ഷേ സമർത്ഥമായിട്ടുള്ള ചിന്തയും വാക്കും കർമ്മമാണെങ്കിലോ നമുക്ക് സെക്കൻഡിൽ അതായത് കോടികളുടെ സമ്പാദ്യമാണ്. അപ്പോൾ ബാബ പറയുന്നത് സെക്കൻഡിൽ വ്യർത്ഥം, ഒരു സെക്കൻഡിലായിരിക്കും ചിലപ്പോൾ വ്യർത്ഥം വരിക. അത് നിങ്ങളുടെ സമ്പാദ്യത്തെ വളരെ വലിയ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്ന് പറയാം. അതായത് ഒരു സെക്കൻഡിലെ വ്യർത്ഥം, ആ സെക്കൻഡിൽ വന്നാൽ മതി വ്യർത്ഥം, നമ്മുടെ സമ്പാദ്യം വളരെയധികം, നമ്മുടെ സമ്പാദ്യത്തിൽ അത് നഷ്ടം സംഭവിക്കും. അതായത് നമ്മൾ അതുവരെ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അതെല്ലാം വ്യർത്ഥമായി പോകാണ്, അതിനെല്ലാം മറപ്പിക്കും. കാരണം ഒരു സെക്കൻഡിൽ വ്യർത്ഥം മതി എല്ലാം നഷ്ടപ്പെടാൻ. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ ഏകകാലദർശിയായിട്ട് കർമ്മം ചെയ്യുന്നതിന് പകരം നിങ്ങൾ ത്രികാലദർശി സ്റ്റേജിൽ സ്ഥിതി ചെയ്തിട്ട് നിങ്ങൾ കർമ്മം ചെയ്യൂ. അങ്ങനെയാണ് ബാബ പറയുന്നത്. അപ്പം എന്തുണ്ടാകും, ഈ വ്യർത്ഥത്തെ നിങ്ങൾക്ക് സമാപ്തമാക്കാൻ സാധിക്കും. വ്യർത്ഥത്തെ സമാപ്തമാക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ സദാ സഫലതാമൂർത്തിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേജിൽ വേണം സ്ഥിതി ചെയ്യാൻ? ത്രികാലദർശിയായിട്ട് ആ ഒരു സ്റ്റേജിൽ സ്ഥിതി ചെയ്തിട്ട് വേണം നമ്മളുടെ അതായത് ചിന്തയായാലും വാക്കായാലും കർമ്മമായാലും ഈ മൂന്ന് കാര്യങ്ങളും നമ്മളെപ്പോഴും ത്രികാലദർശി സ്റ്റേജിൽ സ്ഥിതി ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ഇത് വ്യർത്ഥമാണോ, അതായത് ഈ ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ പറയുന്നത് ശരിയാണോ, ഈ ഒരു കർമ്മം ഭാവിയിൽ ഇത് എന്തുണ്ടാക്കും, മൂന്ന് കാലത്തെയും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായിരിക്കും ബാബ പറയുന്നത്, അത് വ്യർത്ഥമാണോ സമർത്ഥമാണോ എന്ന് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സമർത്ഥാണെങ്കിൽ എന്താണ്, കോടികളുടെ ലാഭമാണ്, വ്യർത്ഥമാണെങ്കിൽ കോടികളുടെ നഷ്ടം. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൽ നമ്മൾ സ്ഥിതി ചെയ്ത് കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും, സദാ സഫലതാമൂർത്തിയായിരിക്കും. കാരണം നമ്മൾ ചെക്ക് ചെയ്യുകയാണല്ലോ, വ്യർത്ഥാണോ സമർത്ഥാണോ. ചെക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ്, ആ കർമ്മവും സമർത്ഥമായിരിക്കും, അതിലെ സഫലതയും നമുക്ക് നേടാൻ സാധിക്കുമെന്ന് ബാബ പറയാം. സ്ലോഗൻ, മാൻ ഷാൻ ഓർ സാധനോം കാ ത്യാഗ് ഹി മഹാൻ ത്യാഗ് ഹെ. അതായത് ബാബ പറയുന്നത് പേര്, പ്രശസ്തി, അതുപോലെ സാധനങ്ങൾ, ഇതിൻ്റെ എല്ലാം ത്യാഗം തന്നെയാണ് മഹാത്യാഗം എന്ന് ബാബ പറയാം. ഈ ബാബ അവ്യക്ത സൂചന നൽകാണ്. ജൈസെ ദേഹ് ഓർ ദേഹി ദോനോം അലഗ് അലഗ് दो वस्तु आम है लेकिन അജ്ഞാൻ വശ് ദോനോം കോ മിലാ ദിയാ ഹെ. ബാബ പറയുന്നത് എങ്ങനെയാണോ ദേഹവും ദേഹിയും, അതായത് ആത്മാവും ശരീരവും രണ്ട് വേറെ വേറെ വസ്തുക്കളാണ്. പക്ഷെ ബാബ പറയുന്നത് അജ്ഞാനത്തിന് വശപ്പെട്ട് ഈ രണ്ടിനെയും നമ്മൾ ഒന്നാക്കി മാറ്റി.
മേരേക്കോ മേ സമജ് ലിയ ഹെ, അതായത് എൻ്റേത് എന്നതിനെ ഞാൻ എന്ന് മനസ്സിലാക്കി. और इसी गलती के कारण इतनी परेशानी दुख और अशांति प्राप्त की है. ഈ ഒരു തെറ്റിൻ്റെ പേരിലാണ് നമ്മൾക്ക് ഇത്രയും വിഷമതകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും അശാന്തിയും എല്ലാം ഉണ്ടായത്. അതായത് ആത്മാവ് വേറെ ശരീരം വേറെയാണ്, പക്ഷെ നമ്മൾ രണ്ടും ഒന്നാക്കി. അതായത് ഞാൻ ആത്മാവ്, എൻ്റെ ശരീരം. അപ്പോൾ അവിടെ എന്താക്കി മാറ്റി? എൻ്റേത് എന്നത് ഞാനാക്കി മാറ്റി, ശരീരത്തെ ആക്കി നമ്മൾ ആത്മാവ് എന്നതിന് പകരം ദേഹമാണെന്നുള്ള ബോധത്തിലേക്ക് വന്നു. ആ ഒരു ഗൽത്തി, ആ ഒരു തെറ്റുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇത്രയും ദുഃഖവും അശാന്തിയും എല്ലാം ഉണ്ടായതെന്ന് ബാബ പറയാം. ऐसे ही यह अपवित्रता और विस्मृति के संस्कार जो ब्राह्मणों के नहीं शूद्रपन के है. ബാബ പറയുന്നത് അതുപോലെ തന്നെ ഈ അപവിത്രതയും വിസ്മൃതിയും, ആ ഒരു സംസ്കാരം, ആ രണ്ട് സംസ്കാരങ്ങളുണ്ടല്ലോ, അത് ബ്രാഹ്മണൻ്റേതല്ല, ശൂദ്രൻ്റേതാണെന്ന് ബാബ പറയാം. ഇൻകോ ബി മേരാ സമझने से माया के वश हो जाते हो और फिर परेशान होते हो. ഇതിനെയും എൻ്റേത് എന്ന് മനസ്സിലാക്കാണ്. അതായത് ഈ അപവിത്രതയും വിസ്മൃതിയും, ഇത് രണ്ടും എൻ്റേതെന്നത് ബ്രാഹ്മണൻ്റെ സംസ്കാരമല്ല, ശൂദ്രൻ്റേതാണ്. പക്ഷെ എൻ്റേത്, ഇത് ബ്രാഹ്മണൻ്റേതാന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് ഉണ്ടാകുക? അവിടെ മായ പ്രവേശിക്കും, വളരെയധികം വിഷമതകളൊക്കെ നേരിടുന്ന ബാബ പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ബാബ ശ്രദ്ധിച്ചത്. അതിനൊരു എക്സാമ്പിൾ ബാബ പറയുന്നത്, എങ്ങനെയാണോ ശരീരവും ആത്മാവും രണ്ടും രണ്ടാണ്, അത് നമ്മൾ ഒന്നാക്കി മാറ്റി. അപ്പോൾ ഇവിടെയും ബാബ പറയുന്നത് എന്താണ്? ഈ അപവിത്രത എന്ന് പറയുന്നതും വിസ്മൃതി എന്ന് പറയുന്ന സംസ്കാരം ബ്രാഹ്മണൻ്റേതല്ല, അത് ശൂദ്രൻ്റെ സംസ്കാരമാണ്. അത് എൻ്റെ സംസ്കാരമാണെന്ന് വിചാരിച്ചാൽ എന്തുണ്ടാകും? അപ്പം അവിടെ മായ പ്രവേശിക്കും. ആ മായ പ്രവേശിക്കുമ്പോൾ പിന്നെ എന്താണ്? ദുഃഖങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ബാബ പറയുന്നത്. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കാം. ഓം ശാന്തി. ഓം ശാന്തി.